മച്ചാന്മാരെ വൈകിട്ടായപ്പോൾ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ പാർട്ടി ഒന്ന് വീട്ടിൽ വരാമോ. പിന്നെ ഒരു 7 മണി സമയമൊക്കെ ആയപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ നമ്മുടെ ബർത്ത്ഡേ പയ്യനിരുന്ന് ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇവൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നു കഥ പോർന്ന് വരുമ്പോഴേ അറിയാത്ത കണക്ക് തിരിഞ്ഞു നോക്കണേന്ന്. ചെറിയ സ്ക്രിപ്റ്റ് എടുത്ത് വേണമെങ്കിൽ പറയാം. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ ചെടികളൊക്കെ ഇരിക്കുന്നു. പിന്നെ കുറച്ച് നേരം എൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അതിൽ 2 കൂട്ടുകാരന്മാരെയാണ് വിളിച്ചത്. ഒന്ന് എന്നെ ഇവൻ പിന്നെ വരാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ കോൾ ചെയ്യുന്നു. ഇവൻ്റെ വീട്ടിൽ വിളിക്കുന്ന ഒരു മിട്ടു എന്നാണ്. അങ്ങനെ മിട്ടുവിനെ വീഡിയോ കോൾ വിളിച്ച് കൂട്ടുകാരൻ വിഷൊക്കെ ചെയ്തു. ഇവനൊരു നിസാരക്കാരനാണെന്ന് ആരും വിചാരിക്കില്ല. ഇവൻ വലിയൊരു വണ്ടി മുതലാളിയും കൂടെയാണ്. ഇതൊക്കെ തന്നെയാണ് ഇവന്റെ വണ്ടികൾ. ഇവന്റെ കുറെ ഡൈകാസ്റ്റ് കാറുകളുടെ കളക്ഷൻ ഉണ്ട്. പിന്നെ ഇത് ഹോട്ട് വീൽസിന്റെ കാറായിരുന്നു. പെയിന്റ് അടിച്ച് ഏത് കാറെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് ഈ കലാകാരനാണ്. കാര്യത്തിലോട്ട് കിടക്കാം. ഇവന്റെ ബർത്ത്ഡേക്കാണ് ഇവിടെ വന്നത്. അപ്പൊ ഇവന് ഞാൻ കൊടുത്ത ചെറിയൊരു ഗിഫ്റ്റാണ് ഈ ഒരു ഡയറി മിൽക്ക്. അങ്ങനെ ബന്ധുക്കളെല്ലാം എത്തിച്ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ കേക്കൊക്കെ മുറിച്ചു. പിന്നെ എല്ലാവരും കേക്ക് കൊടുക്കണതും കഴിക്കണതുമായ തിരക്കിലൊക്കെ ഇരുന്നു. ഇവന്റെ അനിയന് മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഇവൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു BMW ഡൈകാസ്റ്റ് കാറായിരുന്നു മേടിച്ചു കൊടുത്തത്. ഇത് നമ്മുടെ ബർത്ത്ഡേ ബോയുടെ അച്ഛൻ മേടിച്ചു കൊടുത്ത ഗിഫ്റ്റാണ്. എത്ര വലുതായാലും കളിപ്പാട്ടങ്ങളോടുള്ള മുഹബത്ത് മാത്രം മാറത്തില്ല. അതുകൊണ്ട് ഞാനും കൂടെ പൊട്ടിക്കാനായിട്ട് സഹായിച്ചു കൊടുക്കുകയാണ്. പൊട്ടിച്ചത് ഞാനായതുകൊണ്ട് ആദ്യത്തെ റൗണ്ട് എനിക്ക് തന്നെ വേണം. പിന്നെ എല്ലാവരും നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് ഒരു വിഷും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡും കഴിച്ച് ഞാൻ ഇറങ്ങി. ഇതൊന്നും പോരാത്തതുകൊണ്ട് സുന്ദരം തട്ടുകറിയെ കയറി അടിച്ച് പരത്തി മൊരിഞ്ഞ പൊറോട്ടയും കാന്താരി ചിക്കനും ചിക്കൻ ഫ്രൈയും പാഴ്സലും മേടിച്ച് വീട്ടിൽ പോയി കഴിച്ച്.